പെരിയാറിന്റെ പഴയ പേര് ചൂർണി. പെരിയാറിന്റെ പഴയ പേര് ചൂർണി. പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? 244 കിലോമീറ്റർ. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ശ്രീ ശങ്കരാചാര്യർ പൂർണ്ണ എന്നു വിളിച്ച നദി പെരിയാർ. ശ്രീ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിളിച്ച നദി പെരിയാർ. ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ? പെരിയാർ. ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ? പെരിയാർ. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി മുല്ലയാർ. പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി മുല്ലയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദീവ്യൂഹം പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദീവ്യൂഹം പെരിയാർ. ഏത് നദിയുടെ തീരത്താണ് ആലുവ അദ്വൈതാശ്രമം? പെരിയാർ. ഏത് നദിയുടെ തീരത്താണ് ആലുവ അദ്വൈതാശ്രമം? പെരിയാർ. ശിവഗിരിയിൽ നിന്നുത്ഭവിക്കുന്ന നദി പെരിയാർ. ശിവഗിരിയിൽ നിന്നുത്ഭവിക്കുന്ന നദി പെരിയാർ. ഏത് നദിയുടെ തീരത്താണ് ഉൾഖനന പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമായ പട്ടണം സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ. ഏത് നദിയുടെ തീരത്താണ് ഉൾഖനന പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമായ പട്ടണം സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ. ഏത് നദിക്ക് കുറുകെയാണ് മാർത്താണ്ഡവർമ്മ പാലം? പെരിയാർ. ഏത് നദിക്ക് കുറുകെയാണ് മാർത്താണ്ഡവർമ്മ പാലം? പെരിയാർ. തൊട്ടിയാർ ഏത് നദിയുടെ പോഷക നദിയാണ്? പെരിയാർ. തൊട്ടിയാർ ഏത് നദിയുടെ പോഷക നദിയാണ്? പെരിയാർ. എവിടെ വെച്ചാണ് മംഗലപ്പുഴ, മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ പെരിയാർ രണ്ടായി പിരിയുന്നത്? ആലുവ. എവിടെ വെച്ചാണ് മംഗലപ്പുഴ, മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ പെരിയാർ രണ്ടായി പിരിയുന്നത്? ആലുവ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ. പെരിഞ്ചാൺ കുട്ടിയാർ ഏതിൻ്റെ പോഷക നദിയാണ്? പെരിയാർ. പെരിഞ്ചാൺ കുട്ടിയാർ ഏതിൻ്റെ പോഷക നദിയാണ്? പെരിയാർ.